ബഹുമാനപ്പെട്ട സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി, റആ വാഹിദും മിനൽ അകാബിരി ശൈത്താന ഫാരിഗൽ ബാൽ. സർഹിന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ശൈത്താനെ കാണുകയാണ്. ഫാരിഗൽ ബാൽ, തൊഴിൽ രഹിതനായി പണിയൊന്നുമില്ലാതെ മൂപ്പരിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്താ അദ്ദേഹത്തിന്റെ പണി? ഫാരിഗൽ ബാലി അനിൽ ഇഗ്വാഇ വൽ ഇല്ലാൽ, പിഴപ്പിക്കുന്ന, വഴികേടിലാക്കുന്ന, അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള പ്രവർത്തനം ഇബ്ലീസ് നിർത്തിവെച്ചിട്ട് മൂപ്പരിങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു, ഇബ്ലീസിനോട് ചോദിച്ചു, ഫസഅല അൻ സിർരി ഖുഊദിഹി, എന്തങ്ങനെ ഇരിക്കണ്, പണിയൊന്നും എടുക്കാതെ, നിങ്ങളെ പരിപാടി ഇരിക്കലല്ലോ എന്ന് ചോദിച്ചപ്പോ ഫഖാൽ, ഇബ്ലീസുൽ ലഈൻ പറഞ്ഞത്രേ, ഇന്ന ഉലമാഅ ഫീ ഹാദ സമാൻ, ഇന്ന ഉലമാഅ ഫീ ഹാദ സമാൻ ഖദ് അമദ്ദൂനി അമദൻ അലീമാ. ഇന്ന ഉലമാഅ ഫീ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ, ഖദ് അമദ്ദൂനി, ഖദിട്ടാണ് പറയുന്നത്, സ്ട്രെസ് ചെയ്ത് ഉറപ്പിച്ച് തറപ്പിച്ച് സംശയത്തിന് ഇട നൽകാത്ത വിധം ഇബ്ലീസുൽ ലഈൻ വലിയകളിൽപ്പെട്ട ഒരാൾ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് ഇബ്ലീസ് വിശ്രമിക്കുന്നു, തൊഴിൽ രഹിതനായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് കൊടുത്ത മറുപടി, ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഖദ് അമദ്ദൂനി അമദൻ അലീമ, അവർ എന്നെ വല്ലാതെ സഹായിച്ചു പോയി. ചില്ലറ സഹായമൊന്നുമല്ല ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹത്താ ജഅലൂനി ഫാരിഗൽ ബാൽ, എനിക്ക് വിശ്രമിച്ചിരിക്കാൻ, തൊഴിൽ രഹിതനായി കഴിയാൻ, പണിയെടുക്കാതെ കഴിയുന്ന രീതിയിൽ പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ അവർ പണി നിർവഹിച്ച് എന്നെ വല്ലാതെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഈ പണ്ഡിതന്മാർക്കെതിരിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇബ്ലീസിനെതിരെയുള്ള സമരമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് വേണ്ടത്. അതുകൊണ്ട് നന്നായി ആലോചിക്കുക. ഇത് പറയുമ്പോ ചില ആളുകൾ പറയും, പള്ളി അവരെല്ലാം ഉണ്ടാക്കിയത്, മസ്ജിദുകളുടെ, നേരത്തെ ശൈഖുന പറഞ്ഞല്ലോ, പള്ളിയും മദ്രസും ജമാഅത്തും ഒക്കെ ഓരോ കയ്യിലല്ലേ, നിങ്ങൾ പഠിച്ചതുപോലെ കോളേജിൽ നിന്നല്ലേ, നിങ്ങളെ കുട്ടികൾ പോകുന്നവര് മദ്രസയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അവരാണ് വലിയ ഉഷാറുള്ള ആളുകൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഇബ്നു അതാ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവൻ പറഞ്ഞു തരാ, ഖിവാമുൽ ഇസ്ലാമി വശറാഇഹി ബിൽ മുനാഫിഖീൻ, ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അത് ചെയ്യാൻ വേണ്ടി കുറച്ച് മുനാഫിക്കീങ്ങൾ ഉണ്ടാകും. അവരെ കൊണ്ടാണ് ഇസ്ലാം നിലനിൽക്കാൻ. പള്ളി ഉണ്ടാകും, നടത്തുന്നതാരാ? മുനാഫിക്ക്. എന്താ പരിപാടി? പള്ളി ഉണ്ടാക്കല്. മദ്രസ ആരാ ഉണ്ടാക്കണേ? മുനാഫിക്ക്. എന്താ പരിപാടി? ഖുർആൻ പഠിപ്പിക്കുക. കോളേജ് ആരെ ഉണ്ടാക്കി? മുനാഫിക്ക്. അത് നടത്തുന്നതാരാ? മുനാഫിക്ക്. എന്തായാലും പഠിപ്പിക്കുന്നത് ബുഖാരി. അബ്ബാസ് ഫൈസി പറയുകയല്ല, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകൻ ഖുതുബുസ്സമാൻ പറയുകയല്ല, ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുമ്പ് ജീവിച്ച ഇബ്നു അതാ എന്ന് പറയുന്ന മഹാമനീഷി പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിന്റെ നിലനിൽപ്പ് മുനാഫിക്കുകളിലൂടെ നിർവഹിക്കപ്പെടും. അവരിലൂടെ ഖുർആനും ഹദീസും ഇതൊക്കെ പഠിപ്പിക്കാനുള്ള വേദികളും പാഠശാലകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈമാൻ വേണോ? വഖിവാമുൽ ഈമാനി വശറാഇഹി ബിൽ ആരിഫീൻ,
ഈമാനും അനുബന്ധ പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾ നിർവഹിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നന്നായി ആലോചിക്കണം. ഇവിടെ വലിയ അപകടകരമായ പ്രവർത്തനങ്ങൾ, നല്ലത് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് തിന്മ വളർത്തുക. സുഹൃതമാണെന്ന് വിചാരിക്കപ്പെടുന്നത് ഉമ്മത്തിന്റെ മുമ്പിൽ വെക്കുക, അവരെ അപകട